ഇല്ലെങ്കിൽ കേസിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് SNDP-യുടെ പ്രാദേശിക നേതൃത്വം ശാഖായോഗങ്ങൾ 7000 ശാഖായോഗങ്ങൾ കേരളത്തിൽ സജീവമായിട്ടുണ്ട്. ആ 7000 ശാഖായോഗങ്ങളിൽ പിടിമുറുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ എന്റെ സമുദായത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, കോൺഗ്രസോ BJP-യോ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരനും BJP-യും SNDP-യിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനും പ്രവർത്തിക്കാം എന്ന് മാത്രമേ വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പഴുത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. അതിന്റെ അറിയാമെന്ന് ഞാൻ പറയാൻ കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പദപ്രയോഗമുണ്ട്, വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾ. എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരന് അതിന്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ട്. ഈ വർഗ ബഹുജന പ്രസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലുറപ്പുകാരുടെ സംഘടന, ഡാൻസ്, കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ കൂടെ യാത്ര ചെയ്തപ്പോഴാണ് കണ്ടത്, ഡാൻസ് ടീച്ചേഴ്സിന്റെ സംഘടന, ഭിക്ഷക്കാരുടെ സംഘടന എന്ന് വേണ്ട സകലയിടത്തും സംഘടനയാണ്. ഈ സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്ന മുഴുവൻ വർക്കിംഗ് ക്ലാസ്സിനിടയിലാണ്. ആ വർക്കിംഗ് ക്ലാസ്സിനിടയിൽ ഈ സംഘടന ഉണ്ടാക്കുമ്പോൾ ഇവരാണല്ലോ തീരുമാനിക്കുന്നത് ഇതിന്റെ നേതാവ് ആരാകണം, ആരെ കൊണ്ടുവന്ന് ആരെ പിടികൂടണം എന്ന്. അപ്പോൾ ഈഴവ സമുദായത്തിനെയും SNDP ശാഖായോഗങ്ങളെയും തന്റെ കൺട്രോളിലാക്കാൻ കഴിയുന്ന തരത്തിൽ SNDP സമുദായത്തിന്റെ ഉള്ളിൽ വരുന്ന, ഈഴവ സമുദായത്തിന്റെ ഉള്ളിൽ വരുന്നവരുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ, അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ, കലയുടെയും സാഹിത്യത്തിന്റെയും ഗവൺമെന്റ് ജോലിയുടെയും പ്രൈവറ്റ് ജോലിയുടെയും തൊഴിലുറപ്പ് ജോലിയുടെയും അടിസ്ഥാനത്തിൽ ഇവരെ സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ SNDP പിടിക്കാൻ പോവുകയാണെന്ന് ആർക്കും മനസ്സിലാകില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം SNDP പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ SNDP-യിലുള്ള ആൾക്കാരെ കൂട്ടി തൊഴിലുറപ്പ് സംഘടന ഉണ്ടാക്കും, SNDP-യിലുള്ള ആൾക്കാരെ കൂട്ടി ഡാൻസ് ടീച്ചേഴ്സിന്റെ സംഘടന ഉണ്ടാക്കും, SNDP-യിലുള്ള ആൾക്കാരെ കൂട്ടി ചെണ്ട മേളക്കാരുടെയും ബാൻഡ് മേളക്കാരുടെയും സംഘടന ഉണ്ടാക്കും, SNDP-യിലുള്ള ആൾക്കാരെ കൂട്ടി സർക്കാർ സംഘടനാ സംവിധാനത്തിൽ, ശക്തമായ സംഘടനാ സംവിധാനത്തിൽ ഉറപ്പിച്ചു നിർത്തും, പെൻഷൻ ആയിട്ടുള്ളവരെ ഉറപ്പിച്ചു നിർത്തും, വിദ്യാർത്ഥികളെ ഉറപ്പിച്ചു നിർത്തും. SFI എടുത്തു നോക്കൂ, തല്ലാനും കൊല്ലാനും നടക്കുന്നത് മുഴുവൻ ഈഴവന്മാരല്ലേ. ഇത് SFI-യിലെ പിള്ളേർക്ക് മനസ്സിലാകില്ല. കേസിൽ കുടുക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോയി കേസിൽ കുടുങ്ങിയവരുടെ എണ്ണം എടുത്തു നോക്കൂ. 90% പേരും ഈഴവ കുട്ടികളല്ലേ. എന്താ നായരുകുട്ടി പോകാത്തെ, എന്താ നമ്പൂരിക്കുട്ടി പോകാത്തെ, എന്താ ക്രിസ്ത്യൻ കുട്ടി പോകാത്തെ, എന്താ മുസ്ലിം കുട്ടി പോകാത്തെ എന്ന് ചോദിക്കാനുള്ള ബുദ്ധി ഈഴവ സമുദായം ഇപ്പൊ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ചെവിക്കൊള്ളുന്നതിന് മുൻപ് ഇവരെയൊക്കെ കേസിൽ കൊടുക്കും. ഈഴവ സമുദായത്തിനകത്തുള്ള കുട്ടികളെ ധാരാളമായിട്ട് കേസിൽ കൊടുക്കും. കള്ള് കേസ്, കഞ്ചാവ് കേസ്, അടിപിടി കേസ്, അക്രമ കേസ്, അത് കേസ്, ഇത് കേസ്, ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കേസിൽ കുടുക്കി ചെറുപ്പക്കാരെ കൂടെ നിർത്തും. ഇങ്ങനെ ചതുരുപായങ്ങളല്ല, 4 ഉപായങ്ങൾക്കാണ് ചതുരുപായം തരുന്നത്, 400 ഉപായം വേണം ഇവർ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി SNDP-യെ പിടിച്ചെടുക്കാനുള്ള അവരുടെ നീക്കം പരാജയപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല, അത് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തി ഇന്നത്തെ SNDP നേതൃത്വത്തിനുണ്ടോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ നേതൃത്വം അതിന് ശക്തമായ നിലപാടെടുത്തില്ല എങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് മുൻപ്, തീർച്ചയായിട്ടും അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് മുൻപ് SNDP-യെയും അതിന്റെ സംഘടനാ സംവിധാനത്തെയും CPIM പിടിച്ചെടുത്തിരിക്കുക തന്നെ ചെയ്യും. ഇത് ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ SNDP-ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു തലമുറ ഈഴവന്മാർ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമപ്പണി ചെയ്ത് ഓട്ടുകുത്തികളായി ജീവിക്കേണ്ടി വരും. അത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോ തൽസ്ഥിതി കേരളത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈഴവ സമൂഹത്തിന്റെ വോട്ട് അത് ഒരു ഘട്ടം കൂടി BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കൂടുതലായിട്ട് CPM-ന് വലിയൊരു പരിക്കേൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അങ്ങനെ നോക്കി കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ റിസൾട്ട്. നമ്മളെല്ലാവരും പറയും ശോഭാ സുരേന്ദ്രൻ വന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അതെ, ശോഭാ സുരേന്ദ്രൻ വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രൻ എന്തും കൂടി പറയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈഴവ സമൂഹത്തിന്
വലിയ മുൻതൂക്കമുള്ള പാർലമെന്റ് മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. ഹൈന്ദവ സമൂഹത്തിന് 73% വോട്ടുണ്ടെങ്കിൽ അതിലൊരു 53% വോട്ട്, അതായത് ആകെയുള്ള വോട്ടിന്റെ 73% ഹിന്ദു ആണെങ്കിൽ ആകെയുള്ള വോട്ടിന്റെ 53% ഈഴവരാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ. അവിടെ ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രന് ഇത്ര വലിയ വോട്ട് കിട്ടണമെങ്കിൽ, 3 ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഈഴവ വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട്, കേരളം മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി CPM-നുണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ കോൺഗ്രസിനും ഉണ്ടാവും. കാരണം പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയം അത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു കട്ടായിരിക്കുകയാണ്, ചെറിയൊരു പ്രോബ്ലം വന്നിരിക്കുകയാണ്. കേരളത്തിൽ CPM-ന്റെ വലിയ ഒരു ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. SNDP എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനയെ, അല്ലെങ്കിൽ ഈഴവ സമൂഹം ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ തങ്ങളുടെ സംഘടനയാണെന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന സംവിധാനത്തെ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോ CPM വന്നിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. ഈ തിരിച്ചടി പരിശോധിക്കുന്ന സമയത്താണ് ഇവർ 2019 സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് 20 പാർലമെന്റ് സീറ്റിൽ 19 തോറ്റ് ഒരു സ്ഥലത്ത് മാത്രം, ആലപ്പുഴയിൽ മാത്രമാണ് വിജയിച്ചത്. അത് അതേ തൽസ്ഥിതിയാണ് ഇത്തവണയും ഈ പാർലമെന്റ് ഇലക്ഷനിൽ CPM നേരിട്ടത്. 20 പാർലമെന്റ് സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമാണ്, ആലത്തൂരിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വട്ടം അവർ വിജയിച്ച ആലപ്പുഴയിൽ പോലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ പക്ഷേ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ 1,48,000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ അത് 2,99,500 മുകളിലേക്ക് പോകാൻ ഉണ്ടായ ഒരു കാരണമടക്കം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഈ വോട്ട് ചോർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ പരാജയത്തിലേക്കുണ്ടായ കാരണം അത് ഈഴവ സമൂഹത്തിന്റെ 1 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള, കേരളത്തിൽ ജനസംഖ്യയുള്ള പ്രബല ഹിന്ദു സാമുദായിക ഒരു സംഘടനയായിട്ടുള്ള SNDP-യുടെ കീഴിൽ വലിയ രീതിയിൽ അണിനിരക്കുന്ന ഈഴവ സമൂഹം വലിയ തരത്തിൽ തന്നെ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ LDF-നെ കൈവിട്ടതിന്റെ പേരിൽ തന്നെയാണ് അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട വിജയമാണ്. ആ ഒരു വിജയത്തിന്റെ പുറകിലും ഈഴവ സമൂഹത്തിന്റെ വലിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നതിൽ യാതൊരുവിധ തർക്കമില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ സംസ്ഥാന സമിതി യോഗത്തിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം SNDP-യെ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ SNDP-യെ പിടിച്ചെടുക്കുക എന്നുള്ള തീരുമാനം അത് വലിയ തരത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൽ ഒരു വലിയ ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ BJP-യുടെ കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇപ്പോ കയറാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം